الحمد لله ثم الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم وبارك على محمد وعلى ال محمد كما صليت وباركت على ابراهيم وعلى ال ابراهيم انك حميد مجيد عباد الله وإمام الله أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. يقول الله تعالى في القرآن الكريم: فأعوذ بالله من الشيطان الرجيم وإذ جعلنا البيت مثابة للناس وأمنا واتخذوا من مقام إبراهيم مصلى وعهدنا إلى إبراهيم وإسماعيل أن طهرا بيتي للطائفين والعاكفين والركع السجود. صدق الله العظيم. സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ, കരുണാവാരിധിയായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ജീവിതത്തിന്റെ എല്ലാ ഇടങ്ങളിലും പാലിച്ചുകൊണ്ട് പരമാവധി തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ആദ്യമായി എന്നെയും ഈ സദസ്സിലെ ഓരോരുത്തരെയും വളരെ ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് വസിയ്യത്ത് ചെയ്യുന്നത്. റഹ്മാനായ റബ്ബ് നമ്മുടെ ദുആകൾ സ്വീകരിച്ച് ഈ ലോകത്തും പരലോകത്തും ക്ഷേമവും ഐശ്വര്യവുമുള്ള ഒരു ജീവിതം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മെയും നമ്മുടെ ബന്ധുമിത്രാദികളെയും നാം ഇഷ്ടപ്പെടുന്നവരെയും നാളെ അല്ലാഹുവിന്റെ പലവിധ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ അല്ലാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ശാരീരികവും സാമ്പത്തികവും മാനസികവുമായ പ്രയാസങ്ങൾ ആഫിയത്ത് നൽകി ഐശ്വര്യമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ വെള്ളിയാഴ്ച ഹജ്ജുമായി ബന്ധപ്പെട്ട് ഹജ്ജ് എന്ന് പറയുന്ന വലിയൊരു ചിഹ്നം എന്താണ് മുസ്ലിം ഉമ്മത്തിനോട് പറയുന്നത് എന്നാണ് വിശദീകരിച്ചത്. നമ്മുടെ ഒരു ഹാജിയോടൊപ്പം യാത്ര തുടങ്ങിയതാണ്. അയാൾ മിഖാത്തിൽ വന്ന് ഇഹ്റാം കെട്ടി തൽബിയത്ത് ചൊല്ലി മക്കയുടെ കവാടങ്ങൾ തുറന്നു ഹറമിലേക്ക് എത്തുകയാണ്. ഹറമിലേക്ക് എത്തുന്ന ഒരു ഹാജിയുടെ കണ്ണ് ഏറ്റവും ആദ്യം ഉണർത്തുന്നത് കഅബ എന്ന ഒരു ചതുര കെട്ടിടത്തിലേക്ക്. വളരെ ആകർഷകമായ, ആളുകളെ മോഹിപ്പിക്കുന്ന ശില്പചാതുരിയിലുള്ള ഒരു എടുപ്പല്ല കഅബ എന്ന് പറയുന്നത്. താജ്മഹലിനെ പോലെ വെണ്ണക്കൽ കൊണ്ട് പടുത്തുയർത്തിയ ഈഫൽ ഗോപുരത്തെ പോലെ ഉയർച്ചയുള്ള
ഒരു നിർമ്മിതിയല്ല കഅബ. വളരെ ലളിതമായ ഒരു കെട്ടിടം. ഭൗതികമായ വീക്ഷണത്തിൽ നോക്കുന്നതിനെ വല്ലാതെ ആകർഷിക്കുന്ന സൗന്ദര്യമോ അലങ്കാരമോ അതിനില്ല. എന്നാൽ ഈ ലളിത ചതുരക്കെട്ടിടത്തെ 6 പദങ്ങളിലാണ് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിക്കുന്നത്. കഅബയെ കുറിച്ച് പടച്ചതമ്പുരാൻ പറയുന്ന ഏറ്റവും ഹൃദ്യമായ പ്രയോഗം എന്റെ വീട് എന്നാണ്. ബൈത്തി, എന്റെ വീട്. വഅഹ്ദിനാ ഇലാ ഇബ്രാഹീമ വ ഇസ്മാഈല അൻ തഹിറ ബൈതിയ ലിത്വാഇഫീൻ. എന്റെ വീട് എന്ന് വിശേഷിപ്പിച്ച ഭവനമാണ് കഅബ എന്ന് പറയുന്നത്. കഅബ അല്ലാഹുവിനെ പ്രതിനിധീകരിക്കുന്ന ഒരു പ്രതീകമാണ്. കഅബ ഒരു ചതുരമാണ് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. ചതുരത്തിനൊരു പ്രത്യേകതയാണ്. ചതുരത്തിനൊരു ദിശയുണ്ടാവുകയില്ല. ഒരു ചതുര നിർമ്മിതി ഏതൊരു ദിശയിലേക്കാണ് തിരിഞ്ഞിൽക്കുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അല്ലെങ്കിൽ ചതുരത്തിന് എല്ലാ വശവും ദിശയാണ്, അതെങ്ങോട്ടും തിരിഞ്ഞു നിൽക്കുന്നു എന്ന് പറയാൻ കഴിയും. ഒരു പ്രത്യേകമായ ദിശയില്ലാത്ത എല്ലാ ദിശകളിലേക്കും തിരിഞ്ഞു നിൽക്കുന്നത് പടച്ചതമ്പുരാനാണ്. വലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബു ഫൈനമാ തുവല്ലു വുജൂഹകും ഫതമ്മ വജ്ഹുല്ലാഹ്. നിങ്ങൾ കിഴക്കോട്ടോ പടിഞ്ഞാട്ടോ തിരിയുക എന്നതല്ല പ്രധാനം. കിഴക്കും പടിഞ്ഞാറും അല്ലാഹുവിൻ്റെതാണ്. ഫൈനമാ തുവല്ലു വുജൂഹകും ഫതമ്മ വജ്ഹുല്ലാഹ്. നിങ്ങൾ എങ്ങോട്ട് തിരിഞ്ഞാലും അവിടെ അല്ലാഹു ഉണ്ട്, അവിടെ അല്ലാഹുവിന്റെ മുഖമുണ്ട്. ഇന്നല്ലാഹു വാസിഉൻ അലീം. അല്ലാഹു വളരെ വിശാലനും അറിവുള്ളവനുമാകുന്നു എന്ന് ഖുർആൻ പറയുന്നു. കഅബ ഒരു ഹാജിയെ ഓർമ്മപ്പെടുത്തുന്നത് പടച്ചതമ്പുരാന്റെ ഈ നോട്ടത്തെ കുറിച്ചാണ്. നീ എങ്ങോട്ട് തിരിഞ്ഞാലും എവിടേക്ക് തിരിഞ്ഞാലും എത്ര ഒളിപ്പിച്ചാലും പടച്ചതമ്പുരാന്റെ ഒരു നോട്ടം നിന്റെ മുന്നിലുണ്ട്. അവനെ ഒളിപ്പിക്കാൻ നിനക്ക് സാധ്യമേ അല്ല. ഇതാണ് പ്രിയപ്പെട്ട ഹാജി നീ അറിയേണ്ടത് എന്നാണ് കഅബ നമ്മോട് പറയുന്നത്. വലഖദ് ഖലഖനൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു. നിന്റെ ഹൃദയം മന്ത്രിക്കുന്നത് അറിയുന്ന വനഹനു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. നിന്റെ തൊണ്ടയോട് ചേർന്ന് നിൽക്കുന്ന നാഡി പോലെ നാഡിയോട് അടുത്ത് നിൽക്കുന്നവനാണ് അല്ലാഹു. വഇന്നഹു മഫാത്തിഹുൽ ഗൈബി ലാ യഅലമുഹു ഇല്ലാ ഹു. അവന് മുന്നിൽ അദൃശ്യം എന്ന് പറയുന്നതില്ല. എല്ലാ അദൃശ്യത്തിന്റെ താക്കോലും അവന്റെ കയ്യിലുണ്ട്. വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ. കടലിലും കരയിലുമുള്ളത് മുഴുവൻ അവൻ അറിയാം. വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ വലാ ഹബ്ബത്തിൻ ഫീ ദുലുമാത്തിൽ അർളി വലാ റത്ബിൻ വലാ യാബിസിൻ ഇല്ലാ ഫീ കിതാബിൻ മുബീൻ. ഈ നിന്റെ പാടത്ത് വിതറിയ ലക്ഷക്കണക്കിന് നെൽവിത്തുകളിൽ ഒരു വിത്ത് മണ്ണിനയിൽ കിടന്ന് അതിന്റെ അന്ധകാരത്തിൽ മെല്ലെ ഒന്ന് അതിന്റെ തോട് പിളർത്തി ഒരു നാമ്പുണ്ടാകുമ്പോൾ വലാ റത്ബിൻ ഇല്ലാ യഅലമു റബ്ബറിയുന്നു. നിന്റെ വീടിന്റെ മുറ്റത്ത് അലങ്കാര ചെടിയായി നീ വളർത്തിയ ഏതോ ഒരു ചെടിയുടെ ഏതോ ഒരു കുഞ്ഞില ഏതോ ഒരു പാതിരാത്രിയിൽ മെല്ലെ ഒന്ന് അടർന്നു വീണാൽ ഇല്ലാ യഅലമുഹു വമാ തസ്ഖുതു മിൻ വറഖത്തിൻ, അതും റബ്ബ് അറിയുന്നു എന്നാണ്. ഹാജിയോട് പറയുന്നത് നീ ഈ കെട്ടിടത്തിലേക്ക് നോക്കൂ. എല്ലാ ദിശയെയും അഭിമുഖീകരിക്കുന്നു. അതുപോലെ റബ്ബ് എല്ലാ ദിശയെയും അഭിമുഖീകരിക്കുന്നു എന്ന് കഅബ നമ്മോട് പറയുന്നു. കഅബയുടെ ലാളിത്യം ഒരു ഹാജിയുടെ രണ്ടാമത്തെ പാഠമാണ്. ഈ ലക്ഷങ്ങൾ മുടക്കി വലിയ വിമാനങ്ങളിൽ ഈ നാട്ടിലെത്തി. എന്നിട്ട് നീ പൈസ മുടക്കി ഈ അധ്വാനം ചെലവഴിച്ച് ഇവിടെ വരുന്നത് ഈ കെട്ടിടം കാണാനാണെങ്കിൽ നീ മെല്ലെ ആ കെട്ടിടം ഒന്ന് തുറന്നു നോക്കൂ. അതിന്റെ ഉള്ളു ശൂന്യമാകുന്നു, കൊള്ളയാകുന്നു.
അതിന്റെ ഉള്ളിൽ ശൂന്യമാകുന്നു, പൊള്ളയാകുന്നു. ഒരുപക്ഷെ നീ താജ്മഹൽ കാണാൻ പോയാൽ അതിന്റെ ശില്പചാതുരിയിൽ, അതിന്റെ ഭംഗിയിൽ മറ്റെല്ലാം മറന്നു എന്ന് വരാം. ഒരുപക്ഷെ നിന്റെ കൂടെ വരുന്നവരെയും നീ മറന്നുപോയി എന്ന് വന്നേക്കാം. എന്നാൽ കഅബയിലേക്ക് വരുന്നവൻ ഈ ശൂന്യതയിൽ അള്ളാഹുവിൽ നിന്ന് നമ്മെ അകറ്റുന്ന ഒരു നിർമ്മിതിയും കഅബയിലില്ല. പടച്ചവനിൽ നിന്ന് നമ്മളെ വിസ്മരിപ്പിക്കുന്ന, പടച്ചവനെ മറപ്പിക്കുന്ന ഒന്നും ആ കെട്ടിടത്തിലില്ല എന്ന് പഠിപ്പിക്കുന്നു. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു കഅബ? നമ്മൾ സ്വാഭാവികമായി ഒരു സംശയം ചോദിക്കാം. എല്ലായിടത്തും ദിശയുള്ളവനാണ് അള്ളാഹുവെങ്കിൽ നിങ്ങൾ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ തിരിയുന്നതിനല്ല പുണ്യമെന്ന് അള്ളാഹു പറയുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ലോകത്തുള്ള 200 കോടി മനുഷ്യരോട് നിങ്ങൾ ഒരൊറ്റ കേന്ദ്രത്തിലേക്ക്, ഒരു കഅബയിലേക്ക് തിരിയണമെന്ന് പറയുന്നത്? അള്ളാഹു പറയുന്നു, നീ കഅബ എന്ന് കാണൂ. കഅബ ഒരു സിസ്റ്റത്തിന്റെ അടയാളമാണ്, അതൊരു കേന്ദ്രമാണ്. ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തൻ വാഹിദ, ഒരൊറ്റ ഉമ്മത്ത്, ആ ഉമ്മത്തിനൊരു കേന്ദ്രം, അതിനൊരു വ്യവസ്ഥാപിതത്വമുണ്ട്, അതിനൊരു സിസ്റ്റമുണ്ട്. സാധാരണ ഒന്നുകൊടുക്കുമ്പോൾ പോലും തർത്തീബ് പാലിക്കണമെന്ന് കൽപ്പിക്കപ്പെട്ടവരാണ് ഉമ്മത്ത് മുസ്ലിം. നീ എന്ത് കഴുകണം ആദ്യം, പിന്നെ എന്ത് കഴുകണം, പിന്നെ എങ്ങനെ കഴുകണം, വളരെ കൃത്യമായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു പറയുന്നു, അതിനാണ് കഅബ. നിങ്ങളുടെ ഉമ്മത്തിന്റെ ഭാഗമാകുമ്പോൾ നിങ്ങളിൽ ചിലർ വടക്കോട്ട് തിരിയുന്നു, വേറെ ചിലർ തെക്കോട്ട് തിരിയുന്നു, ഇനിയും ചിലർ തോന്നിയിടത്തൊക്കെ തിരിയുന്നു. ഇങ്ങനെ ഈ ക്രമമില്ലാത്ത അവ്യവസ്ഥാപിതമായ ഒന്നല്ല ദീൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഭൂമിയുടെ എവിടെയായിരുന്നാലും ആ ദിശയിലേക്ക് തിരിയണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നു. ആ വ്യവസ്ഥാപിതത്വത്തിന്റെ ചിഹ്നമാണ് കഅബ എന്ന് പറയുന്നത്. കഅബയിലേക്ക് ഒരു ഹാജി കയറിയാൽ അയാൾ ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യം, അയാൾ ആദ്യത്തെ കർമ്മം കഅബയെ തവാഫ് ചെയ്യുക എന്ന് പറയുന്നതാണ്. ഇവിടെ സാധാരണ പള്ളിയിലേക്ക് കയറുമ്പോൾ 2 റക്അത്ത് തഹിയ്യത്തുൽ മസ്ജിദ് നമസ്കരിക്കും. എന്നാൽ ഹറമിൽ തഹിയ്യത്തുൽ മസ്ജിദ് ഇല്ല. നിങ്ങൾക്കറിയാം, ഹറമിലെ തഹിയ്യത്ത് എന്ന് പറയുന്നത് കഅബയെ തവാഫ് ചെയ്യലാണ്. കഅബയെ തവാഫ് ചെയ്യലാണ്. തവാഫ് എന്ന് പറയുന്നത് ഒരുപാട് ആശയങ്ങളുള്ള വലിയ ഒരു ചടങ്ങ്. പ്രത്യക്ഷത്തിൽ നമ്മളൊരു കെട്ടിടത്തിന് ചുറ്റും കറങ്ങലാണ്. കഅബ ഒരു കറക്കമാണ്. സാധാരണ ആളുകൾ കഅബയെ വലം വെക്കുക എന്ന് പറയാറുണ്ട്. അത് ശരിയല്ല. കഅബയെ നമ്മൾ ഇടം വെക്കുകയാണ് ചെയ്തത്. അഥവാ സാധാരണ വലം വെക്കുമ്പോൾ ഏതെന്തിനെയാണോ നമ്മൾ ചുറ്റുന്നത് അത് നമ്മുടെ വലതുഭാഗത്തായിരിക്കും. പക്ഷേ കഅബയിൽ ഒരു മനുഷ്യൻ തവാഫ് ചെയ്യുന്നത് കഅബയെ ഇടതുവശത്താക്കിയിട്ടാണ്. ഈ ഇടതുവശത്തോടുകൂടിയുള്ള കറക്കം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ കർമ്മം തന്നെയാണ്, ചലനമാണ് കറക്കം എന്ന് പറയുന്നത്. നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, ഒരു വസ്തുവിന്റെ ഏറ്റവും ചെറിയ ഘടകം ആറ്റമാണ്. ആറ്റത്തിനുള്ളിൽ ന്യൂക്ലിയസിനുണ്ട്. ആ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണും പ്രോട്ടോണും കറങ്ങുന്നു എന്ന് പറയുന്നു. ന്യൂക്ലിയസിനെ ഇടമാക്കിയിട്ടാണ് ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണും പ്രോട്ടോണും കറങ്ങുന്നത്. അഥവാ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും സൂക്ഷ്മമായ ഒരു വസ്തുവിൽ എങ്ങനെയാണോ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണും പ്രോട്ടോണും കറങ്ങുന്നത്, അതേ കറക്കമാണ് തവാഫിലൂടെ ഒരു ഹാജി ആവിഷ്കരിക്കുന്നത്. ഈ കറക്കം ഈ വസ്തുവിൽ മാത്രമല്ല, ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ, ഈ അണു മുതൽ മഹാഗോളങ്ങൾ വരെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. വകുല്ലുൻ ഫീ ഫലകിൻ യസ്ബഹൂൻ. ഈ പ്രപഞ്ചം മുഴുവൻ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് ഹാജിയോട് അല്ലാഹു പറയുന്നത്, നീയും കറങ്ങണം. കാരണം നീ മഹാപ്രപഞ്ചത്തിലെ ഒരു സൃഷ്ടി മാത്രമാണ്. ആ മഹാപ്രപഞ്ചത്തിലെ മുഴുവൻ സൃഷ്ടികളും പടച്ച തമ്പുരാന് കീഴടങ്ങിക്കൊണ്ട്
അവനെ അനുസരിച്ചുകൊണ്ട് അവന് വേണ്ടി കറങ്ങിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ നീ എന്തിനും മതിച്ചു നിൽക്കണം എന്നാണ് തവാഫിലൂടെ അള്ളാഹു ചോദിക്കുന്നത്. അള്ളാഹു പറയുന്ന വാചകമാണ് വലഹു അസ്ലമ മൻ ഫിസ് സമാവാതി വൽ അർദ്. ആകാശഭൂമികളിലുള്ള മുഴുവൻ വസ്തുക്കളും റബ്ബിന് കീഴടങ്ങിയിരിക്കെ ഹേ മനുഷ്യ, നീ എന്തിനു മാത്രമാണ് തിരിഞ്ഞു നടക്കുന്നത്? നീ എന്തിനാണ് റബ്ബിനെ ധിക്കരിക്കുന്നത്? നീയും ആ പ്രപഞ്ചത്തിന്റെ, ഈ മഹാപ്രപഞ്ചത്തിലെ അണുവിനെ പോലെ, അതിലെ മഹാഗോളങ്ങൾ പോലെ ആ പ്രപഞ്ചത്തിനൊപ്പം സഞ്ചരിക്കൂ എന്നാണ് തവാഫിലൂടെ ഒരു ഹാജിയോട് അല്ലാഹു പറഞ്ഞു കൊടുക്കുന്നത്. നമുക്കറിയാം തവാഫിലെ കറക്കം ഞാൻ പറഞ്ഞു അത് കഅബയിൽ ഇടം വെച്ചുകൊണ്ടാണ്. നമ്മൾ സാധാരണ ക്ലോക്കിലെ സൂചി കറങ്ങുന്നത് കണ്ടിട്ടുണ്ടാവും. ക്ലോക്കിലെ സൂചി കറങ്ങുക എപ്പോഴും വലത്തോട്ടാണ്. വലത്തോട്ട് സൂചി കറങ്ങുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. വലത്തോട്ട് മുന്നോട്ട് പോകുന്നതിന്റെ അടയാളമാണത്. ക്ലോക്കിലെ സൂചി ഓരോ പോയിന്റും മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഭാവിയിലേക്കാണ് സഞ്ചരിക്കുന്നത്. എന്നാൽ ഒരു ഹാജി തവാഫ് ചെയ്യുന്നത് ക്ലോക്ക് വൈസിലല്ല, ക്ലോക്കിന് നേർ വിപരീതമാണ്, ആന്റി ക്ലോക്ക് വൈസ് ആണ്. തിരിച്ചാണ് ഹാജി കറങ്ങുന്നത്. എന്ന് പറഞ്ഞാൽ ഹാജി മുന്നോട്ടല്ല പോകുന്നത്. ഹാജിയോട് അല്ലാഹു പറയുന്നു, കഅബ എന്ന് പറയുന്ന ഈ മഹാ കെട്ടിടത്തിന്റെ ചുറ്റും നീ കറങ്ങുമ്പോൾ നീ ഒന്ന് തിരിച്ചു നടക്കണം. അങ്ങനെ തിരിച്ചു നടക്കുമ്പോൾ നിനക്ക് ഈ ദീനിനെ കുറിച്ച് പലതും മനസ്സിലാവും. അങ്ങനെ നീ കറങ്ങി തുടങ്ങുമ്പോൾ നീ മനസ്സിലാക്കണം, നീ നിൽക്കുന്ന ഈ മത്താഫ് ഉണ്ടല്ലോ, ഈ കഅബയുടെ ചുറ്റുമുണ്ടല്ലോ, അവിടെയാണ് റബ്ബിന് വേണ്ടി ഒരു പെണ്ണ് കുത്തേറ്റ് വീണത്, സുമയ്യ എന്ന് പറയുന്ന ഒരു പെണ്ണ്. അവിടെയാണ് യാസർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ടു വീണത്. അവിടെയാണ് ഹാരിസ് ബിൻ അബീ ഹാല എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വധിക്കപ്പെട്ടത്. അവിടെയാണ് ഹബീബായ റസൂലിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം കഴുത്തിൽ കുടൽമാല ഇടപ്പെട്ടത്. അതുകൊണ്ട് നീ തിരിച്ചു കറങ്ങുക, നീ മുന്നോട്ടല്ല പോകേണ്ടത്. നീ നിന്റെ കറക്കത്തിലൂടെ തിരിച്ചൊന്ന് കറങ്ങിയാൽ നിനക്ക് അവരെ കാണാം. നീ പിന്നെയും കറങ്ങിക്കൊണ്ടിരിക്കണം. അതിനു മുമ്പ് ജനതകളെ സംബന്ധിച്ച് അങ്ങനെ 7 തവണ കറങ്ങുമ്പോൾ നിന്റെ കറക്കത്തിനൊടുവിൽ നീ കുറച്ച് പിന്നാക്കം പോയി നിൽക്കും. അങ്ങനെ പോയി നിൽക്കുമ്പോൾ നിന്റെ തവാഫ് അവസാനിക്കുമ്പോൾ നീ എത്തി നിൽക്കുന്നത് ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു മനുഷ്യനെയും ആ മനുഷ്യന്റെ കുടുംബത്തെയും കുറിച്ചുള്ള ഓർമ്മകളിലാണ്. അതുകൊണ്ടാണ് തവാഫിന് ശേഷമുള്ള അടുത്ത കർമ്മം എന്ന് പറയുന്നത് വത്തഖിദു മിൻ മഖാമി ഇബ്രാഹിമ മുസല്ല. തവാഫിന് ശേഷം നീ മഖാമി ഇബ്രാഹിമിൽ വന്നു നിൽക്കണമെന്ന് നമുക്കറിയാവുന്നതാണ്. മഖാമി ഇബ്രാഹിമിന് പിന്നിൽ 2 റക്അത്ത് നമസ്കരിക്കുക എന്നതാണ് തവാഫിന് ശേഷമുള്ള പ്രധാനപ്പെട്ട സുന്നത്ത് എന്ന് പറയുന്നത്. ഈ തവാഫ് തുടങ്ങുമ്പോൾ അവിടെ ഒരു കാര്യം നമ്മൾ പ്രത്യേകം അല്ലാഹു പറയുന്നുണ്ട്. ഹജറുൽ അസ്വദിനെ നേരെ ചൂണ്ടിക്കൊണ്ടാണ് തവാഫ് തുടങ്ങുന്നത്. ഈ ചൂണ്ടൽ എന്ന് പറയുന്നത് ഒരു കരാറിന്റെ അടയാളമാണ്. പണ്ട് കാലത്ത് അറബികൾ കരാറിൽ ഏർപ്പെടുമ്പോൾ ഏതെങ്കിലും ഒരു അടയാളം വെച്ചുകൊണ്ട് ആ അടയാളത്തിൽ സാക്ഷി നിർത്തിയാണ് കരാറുകൾ ആരംഭിക്കുക. ഇവിടെ ഹാജിയോട് അല്ലാഹു പറയുന്നു, നീ ഹജറുൽ അസ്വദിനെ സാക്ഷി നിർത്തി ഒരു കരാർ എടുക്കണം. എന്താണ് ആ കരാർ? അല്ലാഹുമ്മ ഈമാനൻ ബിക വതസ്ദീഖൻ ബികിതാബിക വവഫാഅൻ ലിഅഹദിക വത്തിബാഅൻ ലിസുന്നത്തി നബിയിക. പടച്ചതമ്പുരാനെ, നിന്നോടുള്ള ഈമാൻ കൊണ്ട് മാത്രമാണ് ഞാൻ ഈ നാട്ടിലെത്തിയത്. നിന്റെ പ്രവാചകനോടുള്ള ഹുബ്ബ് കൊണ്ടാണ്, ആ പ്രവാചകന്റെ സുന്നത്തിനെ പിന്തുടരാൻ എന്ന ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഭവനത്തിലേക്ക് എത്തിയത് എന്ന് കൈ ചൂണ്ടി കരാർ ഉറപ്പിച്ചിട്ടാണ് ഈ മനുഷ്യൻ കറങ്ങാൻ തുടങ്ങുന്നത്. അങ്ങനെ കറങ്ങി ഒടുങ്ങി അവസാനം എത്തി നിൽക്കുന്നത് ഞാൻ പറഞ്ഞത് മഖാം ഇബ്രാഹിം എന്ന് പറയുന്ന ഇബ്രാഹിം നിന്ന ഇടത്തിലേക്കാണ്. മഖാം എന്ന് പറഞ്ഞാൽ നിന്ന ഇടം എന്നാണ് അർത്ഥം. നിന്ന ഇടമാണ്. നിങ്ങൾ ചിലരെങ്കിലും കഅബ സന്ദർശിച്ചപ്പോൾ മഖാം ഇബ്രാഹിമിന്റെ ഉള്ളിൽ എന്താണ് എന്ന് എത്തി നോക്കിയിട്ടുണ്ടാവാം. അവിടെ നിങ്ങൾക്കൊരു കല്ല് കാണാം. ആ കല്ലിൽ 2 ചെറിയ കുഴികളുണ്ട്. ആ കുഴി എന്ന് പറയുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബ പണിതുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ എടുത്തു വെച്ച ഒരു കല്ലും ആ കല്ലിൽ കൊത്തിയ 2 കുഴികളുമാണ്. ആ കുഴികൾ ഇബ്രാഹിം നബിയുടെ കാൽപ്പാടല്ല, മറിച്ച് ഇബ്രാഹിം നബി അലൈഹിസ്സലാം കാല് തെന്നിപ്പോകാതിരിക്കാൻ വേണ്ടി ഒരു കല്ലിൽ അങ്ങനെ 2 കുഴികൾ കുത്തിയിരുന്നു. പിന്നീട് കഅബയുടെ ഉയരം കൂടുന്തോറും ഓരോ കല്ലിന്റെ മുകളിലും ഈ കല്ലെടുത്ത് വെച്ച് അതിൽ കയറി നിന്നുകൊണ്ടാണ്